മഴ കനത്തതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് കൂടിയതോടെ 2 സെന്റിമീറ്റർ വീതം 21 ഷട്ടറുകൾ ഉയർത്തി. തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാലക്കാട് കാക്കാത്തറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാടും നിരവധി നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുകയാണ് കനത്ത മഴയെ തുടർന്ന്. എന്താണ് ജില്ലയിലെ സാഹചര്യം? പാലക്കാട് ജില്ലയിലും കനത്ത മഴയാണ് തുടരുന്നത്. ഭാരതപ്പുഴയിലെ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 21 ഷട്ടറുകൾ ഉയർത്തി. ഇന്ന് രാവിലെ പെയ്തു തുടങ്ങിയ മഴ ശക്തമായതോടുകൂടെയാണ് ഭാരതപ്പുഴയിലെ 21 ഷട്ടറുകൾ ഉയർത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ ഓരോന്നായി ഉയർത്തിയത്. ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ ഈ മഴ ഇങ്ങനെ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ വ്യാപക നാശനഷ്ടം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വീട് തകർന്നു വീണ പാലക്കാട് കാക്കത്തറയിൽ ഇളയപുരിക്കൽ സരോജിനിയുടെ വീടാണ് തകർന്നത്. കനത്ത മഴയിലും കാറ്റിലും ഇന്ന് ഒരു 11 മണിയോടെയാണ് ഇവരുടെ വീട് തകർന്നു വീണത്. 67-കാരിയും മകനുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ആലത്തൂരിലാണെങ്കിൽ ആലത്തൂർ ബാങ്ക് റോഡ് ഭാഗത്തെ മെയിൻ റോഡിൽ മരം കടപുഴകി ഒരു കാറിനും സ്കൂട്ടറിനും മുകളിലേക്ക് വീഴുകയുണ്ടായി. ഈ 2 യാത്രക്കാരും അത്ഭുതകരമായിരുന്നു രക്ഷപ്പെട്ടത്. കൂടാതെ തന്നെ കഞ്ചിക്കോട് ഭാഗത്ത് ഉൾപ്പെടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ഈ മരം കടപുഴകി വീട് ലൈൻ കമ്പികളിലേക്കും മറ്റും വീണ് ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതും ഒപ്പം വൈദ്യുതി മുടങ്ങുന്നതും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മഴ കനത്തതോടുകൂടെ തന്നെ ജില്ലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാകുന്നു. ഒപ്പം പുഴകളിലെയും മറ്റും ഡാമുകളിലെയും ഒക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. യെസ്, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.